ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2154. ഇന്ന് നവംബർ മാസം 23-ാം തീയതി. ഈ ആണ്ടിലെ 327-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായിട്ടാണ് പരിശുദ്ധ സുറിയാനി സഭ ഈ ദിവസത്തെ ക്രമീകരിക്കുന്നത്. ആണ്ടില് ഈ സുബോറോ ദിനം, ഈ അറിയിപ്പിന്റെ ദിനം 2 തവണകളായി വരുന്നുണ്ടല്ലോ. ഒന്ന് മാർച്ച് മാസം 25-ാം തീയതിയാണ്. പിന്നിങ്ങനെ അറിയിപ്പിന്റെ ഒരു ഞായർ ഓർമ്മയും. അവനവനിൽ എന്തുമാത്രം വിശ്വാസമുണ്ട്, അവനവനിൽ എന്തുമാത്രം ആത്മവിശ്വാസമുണ്ട്, അത് അളന്നെടുക്കാനായിട്ട് ഓരോരുത്തർക്കും ദൈവം തമ്പുരാനിൽ എന്തുമാത്രം വിശ്വാസമുണ്ട്, ആഴപ്പെട്ട പ്രത്യാശയുണ്ട് എന്നത് ഒന്ന് അറിയണ്ടേ. ദൈവത്തിലുള്ള വിശ്വാസത്തിന് അനുസരിച്ചായിരിക്കണം പതിയെ അവനവനിൽ ഒരു ഉറപ്പൊക്കെ തെളിഞ്ഞു കിട്ടുക. മറിയം എന്ന ആ ചെറിയ പെൺകുട്ടിയും പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവും എന്ന്. തലമുറകൾ മുമ്പോട്ടെടുത്താൽ, ഇനി മറിയം എന്ന ഈ അമ്മയ്ക്ക് ശേഷമുള്ള തലമുറകൾ എടുത്താൽ, ദൈവം മറിയ എന്ന പെൺകുട്ടിയെ, സ്ത്രീയെ തെരഞ്ഞെടുത്തതുപോലെ മറ്റൊരാളെയും സമീപിച്ചിട്ടില്ല. ആ ഒരു ഭാഗ്യം മറ്റൊരാൾക്കും കിട്ടിയിട്ടുമില്ല. എന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിലുണ്ടോ? മറിയം എന്ന അമ്മ നമുക്ക് കൈമാറുന്ന ഏറ്റവും വലിയൊരു ദൂതതാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെന്ന് അനുസരിച്ച്, അതിന് ചേരുന്ന വിധത്തിൽ ഞാനും ഒന്ന് എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കണ്ടേ. കടന്നുപോയ, കഴിഞ്ഞുപോയ വഴികളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ലജ്ജയും ആത്മഭാരവും പശ്ചാത്താപവും പരവേശമൊക്കെ ആവാം പൊതുവെ എല്ലാവർക്കും. പക്ഷേ അതിന് അപ്പുറത്ത് മുമ്പോട്ടുള്ള നാളുകൾ എന്തുമാത്രം ഉണ്ടെന്ന് ഒരു നിശ്ചയമില്ലായ്മയുള്ളപ്പോൾ നമുക്ക് കുറെ കൂടി ഒരു ഒരുക്കവും ധ്യാനവും മൗനവും ജാഗ്രതയും ഒക്കെ ആവാം. എന്തിനാണ്? ദൈവിക ഇടപെടൽ എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി. തമ്പുരാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ ഒന്ന് നിവൃത്തിയാവണ്ടേ എൻ്റെ ജീവിതം കൊണ്ടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതൊന്നും ഞാൻ ഉൾക്കൊള്ളാനായിട്ട് മറിയം എന്ന അമ്മ എന്നെ കുറെ കൂടി ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. അതിനാണ് മറിയം എന്ന അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അത് ഈ അമ്മ എന്നെ പതിയെ കുറെ കൂടി ബോധ്യപ്പെടുത്തി തരുന്നു. ആമേൻ.